മോനെ പ്രസാദേ, പ്രസാദേ, ഉത്സവം കഴിഞ്ഞ പിന്നെ നിന്നെ കാണാൻ കിട്ടണില്ലല്ലോ. വാടോ, എന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാ. പിന്നെ അവന്റെ അമ്മട്ട ഇപ്പോ സ്വല്പം തിരക്കുണ്ട്. ആനക്കോട്ടയിലെ കൂടെ ലോഡ് എത്തിയിട്ടില്ലേ പനമ്പട്ട? അതൊന്നും പറഞ്ഞാ പറ്റില്ല, നീ വന്നേ തീരൂ. വാടാ, വന്നേ. മോനെ പ്രസാദേ, ഇവൻ ഇത് എവിടെ പോയി? വെറുതെ അല്ല ഇവൻ മുങ്ങിയത്. ജപ്തി അല്ലേ, ജപ്തി. എന്താ രാമേട്ടാ, എന്തെങ്കിലും പറഞ്ഞോ? അമൂലിന്റെ ഒരു പാൽപ്പൊടി വാങ്ങാൻ പറഞ്ഞു ഭാര്യ, പിന്നൊരു ഉജാലേ. പോട്ടേട്ടാ. മുങ്ങിക്കോ മുങ്ങിക്കോ, അങ്ങേരെ ഞാൻ പൊക്കിക്കോളാം. പിന്നെ പൊക്കിയെടുക്കാൻ ഇവളാര്? പാതാളക്കരണ്ടിന്റെ മോളോ? ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞോ? എന്റെ കിട്ടും. എനിക്കറിയായിരുന്നു നീ അവിടെ മുങ്ങി ഇവിടെ പൊങ്ങുന്നു. മോനെ, അവള് ബാധ പോലെ കൂടിയിരിക്കാണല്ലോ നിന്റെ. എന്ത് ചെയ്യാനാ രാമേട്ട, എന്റെ കഷ്ടകാലത്തിന് ഞാൻ അവളെ സഹായിക്കാൻ പോയത്. അത് ഇത്രയും വലിയ കുരിശാവുന്ന ഞാൻ കരുതി. കുരിശൊക്കെ അവിടെ ഇരിക്കട്ടെ, ഒരു ചായ കൊണ്ടുവാ. അതൊക്കെ പോട്ടെ, നിന്റെ അളക്കല് കലക്കിട്ടോ. അതില് മായം ചേർത്തില്ലല്ലോ, സന്തോഷായി. തെക്കേക്കരക്കാർക്ക് തിടമ്പ് കിട്ടിയതിന്റെ മുഴുവൻ കഴിക്കും പ്രസാദന. അതിന് ഒരു പ്രസാദേ, ഇവര് തൈക്കാട്ട് ശരിനാ കഥകളി ബുക്ക് ചെയ്യാൻ. കലാമണ്ഡലത്തിലും കോട്ടക്കലും പട്ടിക്കാന്തൊടിയിലും ഉണ്ട്. കോട്ടക്കലാവുമ്പോ ശിവരാമനാശാൻ ഉണ്ടാവുമല്ലോ, അവിടുന്ന് ആയാലോന്നാ. ആവാം, നന്നാവും. അല്ലെങ്കിൽ പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ ആയാലോന്നാ ശങ്ക. ഒന്നുമില്ലെങ്കിൽ പേരും പെരുമയുണ്ടല്ലോ. ശങ്ക വേണ്ട, കേമാവും. എന്നാ കലാമണ്ഡലം അത് തന്നെ. അപ്പൊ കലാമണ്ഡലം വരിക, ചെറുതിർത്തിക്ക് വെച്ച് പിടിക്കാം. ഇന്നലെ എന്തായിരുന്നു മഴ അല്ലേ? മഴയുടെ കാര്യം പറഞ്ഞപ്പോഴാ നമ്മുടെ കളത്തിങ്കൽ കല്യാണിയുടെ മോളില്ലേ, വിലാസനയല്ലേ? ആ ചുരുണ്ട മുടിയായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കണ കുട്ടില്ലേ, അവൾ ഇന്നലെ സന്ധ്യക്ക് പെരുമഴയത്ത് നനഞ്ഞ് കുളിച്ച് എന്റെ നേരെ ഇങ്ങോട്ട് വരിക. ചുരുണ്ട മുടിക്കൂടെ വെള്ളം ഇങ്ങനെ വീഴുക. അവളുടെ ആ നനഞ്ഞ കണ്ണും നനഞ്ഞ ശരീരവും വിറയ്ക്കുന്ന ചുണ്ടുകളൊക്കെ കണ്ടപ്പോ എന്റെ മനസ്സറിയാതെ മന്ത്രിച്ചു. ആ കുട്ടിക്ക് നാളെ ജലദോഷം വരുമല്ലോ ഈശ്വര. പിന്നെ എന്താ വിചാരിച്ചേ? ആനത്താവളത്തിൽ പനമ്പട്ട എത്തിക്കുന്ന കോൺട്രാക്ട് പണി വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ നടത്തിക്കൊണ്ട് പോണേ. ആനകൾ ഒന്നും രണ്ടല്ല, 64 എണ്ണ. അതിന്റെ ഇടയിലാണ് എന്റെ നീ ഒരു ആനസ്നേഹിയായ കാരണം കാര്യങ്ങൾക്കൊരു ചൊടിണ്ടാവും ഞാനും കരുതി. പക്ഷെ എല്ലാം നീ തെറ്റിച്ചു. എന്താ നന്ദേട്ടാ, എന്താ പ്രശ്നം ഉണ്ടായത്? നീ എന്ത് കളിയായി കളിക്കണേ? എല്ലാ ഏരിയയിൽ ലോടെത്തി, നിന്റെ ഏരിയയിൽ മാത്രമില്ല. ഓഹോ, അപ്പൊ അവൻ ഇതുവരെ അത് എത്തിച്ചില്ല അല്ലേ ആ തങ്കപ്പൻ? ഇപ്പൊ ശരിയാക്കി തരാം. നീ ഇങ്ങനെ ആനയുടെ പുറകെ നടന്ന് ഉഴപ്പാൻ തുടങ്ങിയ വലിയ കഷ്ടമാണ്. ഇതാണ് ഈ മൊബൈലുകാരുടെ പിച്ചക്കണക്ക് പറച്ചിൽ കേൾക്കുമ്പോ തല്ലി പൊട്ടിച്ചാലോ തോന്നും. നമ്മളൊരു സ്ഥലത്ത് നിന്ന് വിളിക്കാൻ നോക്കുമ്പോ റേഞ്ചും ഉണ്ടാവില്ല, എന്നാ ബില്ലടക്കാൻ ചെന്നാലോ പോക്കറ്റിൽ ചേഞ്ചും ഉണ്ടാവില്ല. നോക്കിയ നോക്കിട്ട് ഇപ്പൊ തരാം. എടാ തങ്കപ്പ, നീ ഇത് എവിടെ പോയി കിടക്കുക? പട്ട ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ പനയുടെ മുകളിലാണ്. ആഹാ, നീ അവിടം വരെ എത്തിയോ? എത്തിയതല്ല, എത്തിച്ചതാണ് നടേശ മുതലാളിയുടെ പറ്റി. ആഹാ, എല്ലാം ജപ്തിയിരിക്കാണ് നടേശ മുതലാളി. ഒയ്യോ, കഴിഞ്ഞ മാസത്തെ കുടിശ്ശ കൊടുക്കാൻ താഴെ ഇറക്കില്ലെന്ന് ഇറങ്ങിയ ഉറപ്പാണ് പട്ടിയടി. അവനൊരു കടിയും ചായയും, അവന് ചായയും കടിയും മേടിച്ചു. പ്രസാദേ, ഇത് ലാസ്റ്റ് വാണിംഗ്. ഇനി ഇത് വീണ്ടും ആവർത്തിക്കില്ല. ഉറപ്പ്. എന്തൊരു കഷ്ടമാണത്. തങ്കപ്പൻ എങ്ങനെ പട്ട പുറത്തു കിടത്തും? തൊടിയില് പട്ടി നിൽക്കുകയല്ലേ. പട്ടിക്കാൻ തൊടിന്ന് വേണമെന്നില്ല, നമുക്ക് കോട്ടക്കൽ തന്നെ ആയാലോ എന്നാ ശങ്ക. വേണ്ട, പട്ടിക്കാൻ തൊടി മതി. അത് തന്നെ. മുതലാളി, പട്ടി പട്ടി അതല്ല മുതലാളി, ഈ പട്ടിയൊന്ന് അഴിച്ചു മാറ്റി, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാവും. അതോർത്ത് വിഷമിക്കണ്ട, പീഡിയങ്ങോട് വിട്ടോ, താഴെ കിടന്ന് ചാവാം. നിന്റെ മുതലാളി പൈസ ഒന്ന് തീർക്കണ വരെ ഇറക്കണ പ്രശ്നമില്ല. ഇല്ല, സാധിക്കില്ല. 2-3 മാസം കുടിശ്ശികയായിട്ട് രൂപ 10,000-ഓളം എനിക്ക് കിട്ടാണ്ട്. അത് തീർത്തിട്ട് മതി പട്ട വെട്ടം. ഞാൻ ലോഡ് കയറ്റാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുക. കൂടുതലൊന്നും പറയാല്ല. കയ്യില് കാശുണ്ടോ? പട്ട കയ്യില്, അല്ലെങ്കിൽ വെറും കയ്യോടെ, അത്ര തന്നെ. മുതലാളി, കാശൊക്കെ തരാം, പക്ഷെ ഗുരുവായൂരപ്പനോട് കണക്ക് പറയരുത് കേട്ടോ. അതിന് നീ ഗുരുവായൂരപ്പനാ? ഞാൻ ഗുരുവായൂരപ്പനല്ല. ഈ പട്ടയൊക്കെ പോണത് എന്റെ വീടിന്റെ പറമ്പിലേക്കല്ല, പിന്നെ സഷാൽ ഗുരുവായൂരപ്പന്റെ ആനകൾക്കാ. അതൊക്കെ ഓരോരുത്തർ കാണിക്കായിട്ട് അങ്ങടാ കൊടുക്കാറ്.
ഗുരുവായൂരപ്പനെ കുറിച്ച് അറിയാലോ. ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമാ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ബാക്കിയൊന്ന് പറഞ്ഞു കൊടുക്കണം. ശരിയാ, ഗുരുവായൂരപ്പനോടാ കളി. വിളിച്ചാ വിളിപ്പുറത്താ പെശക. പോയി വെട്ടിക്കോളാം പറഞ്ഞു. പോയി വെട്ടിക്കോ. ഞാൻ വേറെ എവിടെയെങ്കിലും പോയി വെട്ടിക്കണോ മുതലാളിക്ക് വെട്ടിക്കോ. വേഗം വേഗം ഒന്ന് വേഗം കേറ്റൻ ഉണ്ണികൃഷ്ണൻ. ചില വ്യവസ്ഥയുണ്ട്. എന്ത്? നടേശ മുരളി പറഞ്ഞു പറ്റിച്ച്. പക്ഷെ അതുപോലെ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ നോക്കണ്ടേട്ടോ. എന്താ തിരുമനസേ? പനമോളിലെ വെയിറ്റിംഗ് ചാർജ് അടക്കം ഞങ്ങളുടെ കൂലി തരാതെ പനമേക്കര പ്രശ്നമില്ല. എന്റെ തങ്കപ്പ, ദേ അങ്ങനെ പറയില്ലേ. പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കണക്ക് തീർക്കുന്നത് നിങ്ങളുടെയൊക്കെ അല്ലേ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൂലിയില്ലാതെ പനമേക്കര പ്രശ്നമില്ല. തങ്കപ്പ, എനിക്കറിയാം നിനക്ക് എന്നോട് പിണങ്ങാൻ കഴിയില്ല. ഒക്കെ നിന്റെ ആക്ടിങ് അല്ലേ? ഈ സൈസ് വേലകളൊന്നും തങ്കപ്പൻ്റെ അടുത്ത് ഓടൂലട്ടാ. ഒന്നല്ലേ കൂലി ബാക്കി തന്നെ, അതല്ലേ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം. അല്ലാതെ പനമേക്കര പ്രശ്നം. ശരി, എങ്കിൽ ഞാനൊരു വ്യവസ്ഥ പറയാം. നിങ്ങൾ ആദ്യം പനയുടെ മുകളിൽ കയറി പട്ട വെട്ടുന്നു. ഒന്ന് പറയട്ടെ എന്റെ ചങ്ങാതി. ആദ്യം പനയെ കയറി പട്ട വെട്ടുന്നു. പിന്നെ ഞാൻ എപ്പ കൂലിയായിട്ട് അങ്ങോട്ട് വരുന്നു അതുവരെ അവിടെ തന്നെ ഇരുന്നോ, എന്നിട്ട് ഇറങ്ങിയാ മതി. മതി മതി. ഇപ്പൊ വ്യവസ്ഥ അത് തന്നെ. അങ്ങനെ വഴിക്ക് വാ. ഈ തങ്കപ്പനെ നടേശ മുതലാളിയെപ്പോഴും മണ്ടലെല്ലാം ഇപ്പൊ മനസ്സിലായി. പിന്നെ വാക്ക് മാറരുത്. വ്യവസ്ഥ മാറ്റരുത്. ഇല്ലില്ല. വ്യവസ്ഥയ്ക്ക് നമ്മ പന കയറി പട്ട വെട്ടുന്നു. കൂലി തന്നു തീർക്കാതെ നമ്മൾ പനയെന്നിറങ്ങണ പ്രശ്നമില്ല. അല്ല പിന്നെ തങ്കപ്പനെടുത്ത കളി. ആദ്യം പട്ട വെട്ടുന്നു, കൂലി തരാതെ ഇറങ്ങും വേണ്ട. പാമ്പിനും പറ്റിച്ചല്ലോ. ഇതാര്? ഗൗരിയോ? എന്തിനാ ഓടിയേ? നാളെ ഗുരുവായൂർ ആനയോട്ടാ മോളെ. രാവിലെ തൊട്ട് കുട്ടിശങ്കരന്റെ പത്മനാഭന്റെ ഒക്കെ പുറകിൽ ഇത് ഇങ്ങനെ കിടന്ന് ഓടാനുള്ളത്. അപ്പോ നമുക്ക് ഗുരുവായൂർ വെച്ച് കാണാം. നോട്ടീസോ? ഓ ഓ ഓ, കുന്നത്തുകാവിലെ ഉത്സവത്തിന്റെ ആവും. കൊല്ലങ്കോട് മണികണ്ഠനല്ലേ എല്ലാ വർഷവും തിടമ്പ്? അല്ല, മണികണ്ഠൻ ഇപ്രാവശ്യം നീരില്ല. ഉറപ്പ് പത്മനാഭന് തന്നെ. ആരുടെയാ മേളം? പങ്കജാക്ഷൻ നായർ, മുൻസിഫ് കോടതി, ചാവക്കാട്. മൂപ്പര് മേളവും തുടങ്ങിയോ? അയ്യോ, ഇത് ജപ്തി നോട്ടീസ് ആണല്ലോ. ആരുടെ പേരില? ചാവക്കാട് താലൂക്ക്, ചുങ്കത്ത് ദേശത്ത്, പേരാമംഗലത്ത് ലക്ഷ്മിയുടെ മകൾ ഗൗരി. ഈ അഡ്രസ് എവിടെയോ കേട്ട് മറന്നതാണല്ലോ. ഹലോ, ഒന്നിങ്ങോട്ട് നോക്കി. ഇപ്പൊ മനസ്സിലായോ? എവിടെയോ കേട്ട അഡ്രസ്. ജപ്തി എന്റെ പേരില. പലിശ എങ്കിലും അടച്ച് ലോൺ പുതുക്കിയില്ലെങ്കിൽ ജപ്തി ഉറപ്പ്. പറയ്, ഞാൻ എന്താ ചെയ്യണ്ടേ? പൈസ ഇല്ലാതെ നട്ടം തിരിയാ. നന്ദേട്ടനോട് കുറച്ച് കാശ് ചോദിച്ചിട്ടുണ്ട്. അത് ശരിയായ ലോൺ നമുക്ക് കുറേശ്ശെ അടയ്ക്കാം. അതുവരേക്ക് ഒറ്റ മതി. ഗൗരി നേരിട്ട് എന്ന് ചോദിച്ചാൽ മതി. നമ്മുടെ സ്വന്തം സൊസൈറ്റി ബാങ്കല്ലേ. ഗൗരിക്കൊരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഡെപ്പോസിറ്റ് വാങ്ങിയ ഒരു നൃത്ത വിദ്യാലയം ഞാൻ തന്നെ തുടങ്ങി തന്നു. അതിപ്പോ എനിക്കൊരു ജോലിയായി. ഒരവധി കൂടി മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ഗൗരി ധൈര്യമായിട്ടിരുന്നു. ഓട്ടോ വെയിറ്റിംഗ്. നോട്ടീസ് നോട്ടീസ്. അതെ, ഇങ്ങോട്ടുള്ള വരവ്, വെയിറ്റിംഗ് ചാർജ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര, വേണ്ടി വന്ന സഹകരണ ബാങ്ക് വരെ ഒന്ന് പോണം. എല്ലാം കൂടി അത്രേ 90 ഈ കുട്ടി തരും കേട്ടോ. 90 കൂടുതൽ 5 പൈസ കൊടുത്തേക്കരുതേ. വണ്ടി വിട്ടോ. നമസ്കാരം. ഓ, ഞങ്ങളെ പറ്റിച്ചില്ല. കൂലി തരാൻ ഉണ്ടാക്കാനേ മേടിക്ക. പച്ചപ്പനം പട്ട് ഞാൻ കുടിക്കുന്ന നാടൻ പട്ട് എൻകരുക്കിപ്പട്ട്. എന്നോടാണ് പറഞ്ഞത് അവിടെ നിൽക്കാൻ ഓടരുത്. മര്യാദക്ക് ഇറങ്ങി വന്നിട്ട് കാശ് കാണാം. താൻ ഇങ്ങാട് വാ, നമുക്ക് തേങ്ങ നിന്ന് കളിക്കാം. അതിനെന്റെ പട്ടി വരും. എടാ, ഇറങ്ങി വന്നിട്ട് കാശ് തരാൻ. എപ്പ കാശിന് വന്നാലും അവൻ ആരുടെ കവക്കട കയറിയിരിക്കും. ഇവിടെ പലിശയെങ്കിലും നാടാ. ഇറങ്ങി പാടാൻ ഇറങ്ങി വന്നിട്ട് പലിശനാനേ സൂര്യനെ പടിഞ്ഞാറ് നോർത്തില്. എടാ, നീ എന്തെങ്കിലും ആരുടെ ചുരത്തിൽ ഇറങ്ങുമല്ല, അന്ന് ഞാൻ നിന്നെ എടുത്തോളാം.
പോയിക്കോട്ടാ. ഇവൻ ആര് പെശക പേപ്പറിലൊക്കെ ഫോട്ടോ വന്നാണ് പലിശക്കാരൻ ചവിട്ടിക്കൊന്നു പറഞ്ഞു. ദൈവമേ, ഈ ആളില്ലായിരുന്നു പലിശ കൊടുത്ത് തെണ്ടിപ്പോയനെ. പട്ടിക്ക് കാശ് കൊടുത്താൽ മതി. ഓ ആനവാരം ചോദിച്ച് മേലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തേ കുഞ്ഞുണ്ണി രാമേന്ദ്രോ, ഈ പുളിയർക്കാവില് സാധനം കിട്ടൂലേ? ഒന്ന് വേഗം ഓർക്കണോട്ടാ. ഈ പട്ട ഇറക്കിയിട്ട് വേണം എനിക്ക് പോയി പട്ട അടിക്കാൻ. ഒന്ന് വേഗം ഓട്ടറാ. 2 മാസമായിട്ട് പലിശ തന്നു നീ മാത്രമേ ഉള്ളൂ. എടാ ശശി, നിന്നോടാണ് എന്തായി? അടുത്ത ആഴ്ച പിന്നത്തെ ആഴ്ച പോയിന് അവിടെ എന്തായി? ഇങ്ങോട്ട് ഇറങ്ങി വന്നാ തരാം. ഓ വാ, നീ അതും പറയാം, അതിന്റെ അപ്പുറം പറയുന്നത് എനിക്കറിയാം. എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്ന ഒരുത്തരും ഗതി പിടിക്കൂല, ഒരുത്തരും. എന്താണ് പറയുന്നേട്ടാ, രാവിലെ തന്നെ ഒരു പ്രാഗില് പലിശ ഒന്നും പിരിഞ്ഞു കിട്ടിയില്ലേ? എവിടെന്ന്? എന്റെ അപ്പൻ ചാകുന്നതിന് മുമ്പ് പറയുമായിരുന്നു പോലീസുകാർക്ക് പരിചയമില്ലാത്തവർക്ക് കാശ് കൊടുക്കുന്നു. ഞാനത് കേട്ടില്ല, എനിക്കൊരാളെ കിട്ടുകയും ചെയ്തു. ഇവന്മാരടുത്ത് കാശിന് എന്നാ ഇവന്മാരൊന്നെങ്കിൽ ആനയുടെ കവക്കട കയറും, അല്ലെങ്കിൽ ആനപ്പുറത്ത് കയറും. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റും. ദേവന് വേറൊരുത്തൻ. എടാ കൊമ്പുവാസു, അവന്റെ കൊമ്പൊക്കെ ഒന്ന് ചെത്തി ഒഴിയാറായിട്ടോ. പറഞ്ഞ പോലെ ഞാനതൊക്കെ മറന്നു. മറക്കല്ലേ, കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണ്ടതാ. ഞങ്ങളെന്തിനാ ഓർക്കണേ? എല്ലാം ഓർമ്മിപ്പിക്കാൻ നീയില്ലേ ഇവിടെ? എന്താടാ ചന്ദ്ര, ഇവന്റെ വാലിലെ മുടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നീ വിറ്റ് കാശാക്കണോ? അത് പിന്നെ ഓരോരുത്തർ ചോദിക്കുമ്പോ ഓരോ വിശ്വാസങ്ങളല്ലേ, ധൈര്യം വരാനേ. എടാ, ഇതൊക്കെ വെറും അന്ധവിശ്വാസമല്ലേ? വാലിലെ മുടി എടുത്ത് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ധൈര്യം വരുന്നുണ്ടെങ്കിൽ ഈ മൊത്തം വാലുള്ള ആന പിന്നെ പേടിക്കേണ്ട കാര്യം എന്താ? ദേവസ്വംകാരെ അറിഞ്ഞാലേ നിന്റെ തൊപ്പി പോകട്ടോ മോനെ. അയ്യോ, ചതിക്കല്ല പ്രസാദ. അതെ, ഈ കരിമ്പോടെ ഇറക്കണ്ട. കരിമ്പ് നിന്റെ. എടാ, അത് മാമ്പള്ളി അർജുനുള്ളതല്ലേ? പോ 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 പോ. ഇത് മാത്രാ പിടിക്കാത്ത. ഇന്നാരം പറയാൻ നമ്മുടെ ആനകൾ വേണം. എന്നാ അവറ്റകൾക്ക് വരും പനം പട്ട. മാമ്പുള്ളി അർജുന് മാത്രം എന്നും കരിമ്പും കദളിപ്പഴും. ഇത് മോശം കേട്ടോ. അതെ, മാമ്പള്ളി അർജുൻ ആരാന്ന നിങ്ങളുടെ വിചാരം? കേസരിയല്ലേ അവൻ? മാതംഗലീലയിൽ പറയുന്ന സർവ്വ ലക്ഷണങ്ങളും തികഞ്ഞ കൊമ്പനാവൻ. ശരി, മലയാള നാട്ടിൽ അവനെ വെല്ലാനായിട്ട് നാടൻ ആരുടെ പേര് നിങ്ങൾ പറയും? പറ 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 പറ. ഇല്ല. കേട്ടോസാവേ, നിന്റെ കരിമ്പ് തിന്ന് നിന്ന് ഇവനിപ്പോ പപ്പേന്റെ പട്ട വേണ്ടാണ്ടായി. അതിന് പപ്പേട്ടന്റെ പട്ട ഇതല്ലല്ലോ. ഓ ഉയ്യോ, രമേശ് മുതലാളി വരണോ? എന്താടാ രമേശ് ചേട്ടാ, കാര്യം പുളിയിലെക്കാവിലെ തിടമ്പ് കിട്ടി. പക്ഷെ അത് പോരാ. ഈ പ്രദേശത്തെ എല്ലാ പ്രധാനപ്പെട്ട എഴുന്നള്ളിപ്പുകളുടെയും തിടമ്പ് നമ്മുടെ അർജുന്റെ പുറത്ത് തന്നെ ആയിരിക്കണം. ഏക്കത്വം ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ല. തേങ്ങാക്കൊല അച്ഛന്റെ വാശിയായിരുന്നു. തറവാടിന്റെ പാരമ്പര്യം കാക്കാൻ ഒരു ആനയെങ്കിലും വേണമെന്ന്. എനിക്ക് ഈ ഏർപ്പാട് മടുത്തു. ഞാനിവനെ ഒഴിവാക്കാൻ പോവാ. വല്ല പാർട്ടി ഉണ്ടെങ്കിൽ നോക്ക്, നല്ല വില കിട്ടിയാ കൊടുക്കാം. കാര്യമായിട്ടാണോ? പിന്നല്ലാണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറ. രമേശ് ചേട്ടാ, നമ്മുടെ അർജുനെ വിൽക്കാന്ന് വെച്ചാ ഈ സെന്റിമെന്റ്സിലൊന്നും കാര്യമില്ലടോ. ഞാൻ വെറും സെക്രട്ടറി, റബ്ബർ സ്റ്റാമ്പ്. ഇത് സഹകരണ ബാങ്കല്ലേ, ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രസിഡന്റാ. അദ്ദേഹം വിചാരിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ ഒക്കൂ. ഞാൻ വിളിച്ചു പറഞ്ഞോളാം പ്രസിഡന്റിനോട്. കുട്ടി ചെന്നോളൂ. ആ, ദേ വരണട്ടാ. ആ ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ആ പറയൂ ഗൗരി, എന്ത് സഹായമാണ് വേണ്ടത്? അത് ഞാൻ പിന്നെ പറയേ. എന്റെ വീടിന്റെ ചെത്തി ഒരവധി കൂടി തരണം എനിക്ക്. ഇത്രേ ഉള്ളൂ? ഗൗരിക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ഇട്ടോ, ജപ്തി ഉണ്ടാവില്ല. എന്താ പോരെ? എല്ലാരും കരുതുന്ന പോലെ ഞാൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല. പിന്നെ രാഷ്ട്രീയത്തില പ്രവർത്തനം, മത്സരമുള്ള ഫീൽഡാ. എല്ലാവർക്കും നോട്ടം കർഷകരെയാ. അപ്പോ ചില സൂത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും പിടിച്ചു നിൽക്കാൻ. അത്രേ ഉള്ളൂ. പിന്നെ നൃത്താലയം പൊളിച്ചത് അതൊരിക്കലും ഗൗരിയോടുള്ള വിരോധം കൊണ്ടല്ല. അവൻ എന്നെ ഒന്ന് നോവിച്ചു, അറിയാലോ. എനിക്കും തിരിച്ചൊന്ന് നോവിക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അതിന് ഗൗരിയാണ് ബലിയാടായിരുന്നു പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. കുട്ടിയുടെ വീടിന്റെ ആധാരം പണയപ്പെടുത്തിയാണ് അത് തുടങ്ങിയതല്ലേ? അതെ. അതിനും പ്രായച്ചിട്ടും ചെയ്യാൻ ഞാൻ കലാമണ്ഡലത്തിൽ ഒരു ജോലി ഏർപ്പാടാക്കാം, ടീച്ചറായിട്ട്. അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു നൃത്ത വിദ്യാലയം തുടങ്ങാം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. വേണ്ട, ഞാൻ പോട്ടെ. അതെ,
ഗൗരിയുടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിക്കാം. പക്ഷെ ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്. എന്ത് ചെയ്യുമ്പോഴും അതിനൊരു റിട്ടേൺ പ്രതീക്ഷിക്കും. ഇത്രയും സഹായങ്ങൾ ചെയ്തു തരുന്നതിന് എന്ത് തരും ഗൗരി എനിക്ക് പകരം? എന്ത്? ഒരു പെണ്ണ് വിചാരിച്ച എന്തൊക്കെ തരാൻ പറ്റുമെന്ന് ഗൗരിക്ക് അറിഞ്ഞു. കൃഷ്ണപ്രസാദേ, ഇങ്ങോട്ട് വരിക. ഇതാര് പൊതുവാളോ? എത്ര നേരായി കാത്തിക്കണു. ഇവർ ആറന്കുളം ദേശക്കാരാ. ഓ, അതെ, നമ്മുടെ കണ്ടംപള്ളി ബാലിപ്പോ ഇവിടെ കാണും. ബാലനോ? ആ, ബാലനിപ്പോ മുല്ലക്കൽ ഉത്സവം കഴിഞ്ഞ് ഇന്ന് നെല്ലുവായ ഏകാദശി. എന്നത്തേക്കാ? മകരച്ചൊവ്വ എഴുന്നള്ളിക്കാനാ. എന്താണ് പൊതുവാളെ വിവരമില്ലാതെ സംസാരിക്കുന്നത്? ചെമ്പൂത്രക്കാരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞില്ലേ? ഓ, അപ്പൊ നമ്മുടെ തെച്ചിക്കോടി രാമേന്ദ്രനോ? ഒരു വർഷം മുമ്പാ നെന്മാറക്കാര് കൊണ്ടുപോയി. എന്നാ പിന്നെ പ്ലാത്തോട്ടോ അയ്യപ്പനോ? പ്ലാത്തോട്ട് അയ്യപ്പന് മകരമാസത്തിൽ നീരല്ലടോ. നിങ്ങൾ ഈ പറയുന്ന ലെവല് വെച്ച് നോക്കിയാ ഉള്ളത് പാമ്പാട് രാജന. ഇന്നലെ ഇരിങ്ങാലക്കുട ഉത്സവം കഴിഞ്ഞ് ആറാട്ടുപുഴയ്ക്കുള്ള യാത്രയിലായിരിക്കും. ഇപ്പൊ ചെന്ന കരുവന്നൂർ പാലത്തിലിട്ട് പിടിക്കാം. എന്നാ പിന്നെ നമുക്ക് പുറപ്പെടാം. നേരെ കരുവന്നൂർ പാലത്തിലെടുത്ത് വെച്ച് നമുക്ക് പിടിക്കാം. അവിടെ ചെന്നാ കിട്ടുമെന്ന് എന്താ ഉറപ്പ്? അസലായി. മാഷിത് എന്തറിഞ്ഞിട്ടായി പറയണേ? കേരളത്തിലെ മുഴുവൻ നാട്ടാനകളും ഇപ്പൊ എവിടെ എന്ത് ചെയ്യുന്നു അറിയാവുന്ന കമ്പ്യൂട്ടർ ചിപ്പാ ഇതായി പോയ പ്രസാദ്. വാ നമുക്ക് പോവാം. എന്തായി? അവധി കിട്ടിയോ? കിട്ടിയത് എന്താണെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ കാരണം എനിക്ക് എന്റെ വീടും നഷ്ടപ്പെട്ടു. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടത് ഞാൻ. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് നമ്മുടെ ചെട്ടിയാരുടെ അയ്യപ്പനായാലോ എന്നൊരു ശങ്ക. പാമ്പാടി രാജൻ മതി, പാമ്പാടി രാജൻ മതി, പാമ്പാടി രാജൻ. എന്താ ഉണ്ടായത്? ഇനി ഇതിൽ കൂടുതൽ എന്താ ഉണ്ടാവേണ്ടത്? നീ കാര്യം പറ ഗൗരി. എന്റെ വീടിന്റെ ആധാരം പണയം വെച്ച് തുടങ്ങിയ നൃത്താലയം നിങ്ങളുടെ ആനക്കമ്പം കാരണം പൂട്ടിപ്പിച്ചു തന്നൊരു മഹാനല്ലേ അനിരുദ്ധൻ. അങ്ങോർക്കേ സ്ത്രീകളോട് പെരുമാറാൻ അറിയില്ല, അത്ര തന്നെ.